ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് ഒരുപാട് സുപ്രധാന താരങ്ങളെ കൊണ്ടുവന്ന ടീമാണ് ചെൽസി. പക്ഷേ ചെൽസി ഈ സീസണിൽ ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രീമിയർ ലീഗിൽ 10ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. അതിനർത്ഥം അടുത്ത സീസണിൽ ഒരു യൂറോപ്യൻ കോമ്പറ്റീഷനിൽ പോലും കളിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇതിനെല്ലാം പരിഹാരം കാണാൻ വേണ്ടിയാണ് സാബി അലോൺസോയെ പുതിയ പരിശീലകനായിക്കൊണ്ട് ചെൽസി നിയമിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഡയാരിയോ എസ് ഇന്നലെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സാബി അലോൺസോ ചെൽസി ടീമിനകത്ത് വലിയ അഴിച്ചുപണികൾ നടത്താനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് ഡയാരിയോ എസ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അതായത് 5ഓളം പ്രധാനപ്പെട്ട താരങ്ങൾക്ക് ടീമിൽ നിന്നും പുറത്തു പോകേണ്ടി വരും. റോമിയോ ലാവിയ, വെസ്ലി ഫൊഫാന, ആൻഡ്രേ സാന്റോസ്, പെഡ്രോ നെറ്റോ, മാലോ ഗുസ്തോ ഇവർക്കൊക്കെ ചെൽസി ടീമിലെ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ജാവോ പെഡ്രോയെ സ്വന്തമാക്കാൻ വേണ്ടി FC ബാഴ്സലോണ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജാവോ പെഡ്രോയെ കൈവിടാൻ ചെൽസിക്ക് താല്പര്യമില്ല. കൂടാതെ കോൾ പാൽമറേയും ഒരു കാരണവശാലും കൈവിടില്ല എന്ന നിലപാടാണ് ചെൽസി എടുത്തിട്ടുള്ളത്. കോൾ പാൽമർക്ക് സാബിയുടെ കീഴിൽ വലിയ ഒരു റോൾ ഉണ്ടായിരിക്കും. ലെവി കോൾവിലിന്റെ കോൺട്രാക്ട് പുതുക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. ലെവി കോൾവിലിനെ കൈവിടാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൂപ്പർ താരമായ കോബി മൈനുവിന് വേണ്ടി ചെൽസി ഒരു ശ്രമം നടത്തിയിരുന്നു. 40 മില്യൺ പൗണ്ടിന്റെ ഒരു ഓഫറൊക്കെ നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ മൈനു ആ ക്ഷണം നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനകത്ത് തന്നെ തുടരാനാണ് ഇപ്പോൾ മൈനുവിന്റെ ഒരു തീരുമാനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ ഇപ്പോൾ സാബി അലോൺസോക്ക് താല്പര്യമുണ്ട്. നല്ല ഒരു സെന്റർ ഫോർവേഡിന് ആവശ്യമുണ്ട്. നല്ല ഒരു സെന്റർ ബാക്കിനെ അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ടീമിനകത്ത് സാബി കാര്യമായ മാറ്റങ്ങൾ വരുത്തും എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.